ഇന്നലെ രാത്രി 8:30 കോട്ടയം ഇല്ലിക്കലിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പമ്പ് ജീവനക്കാരനെ മറ്റൊരു ബൈക്കിലെത്തിയ യുവാവ് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ പുറത്തു വിട്ടായിരുന്നു. എന്തായാലും ഈ ഒരു പമ്പിന്റെ ഉടമ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ഈ ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്തായിരുന്നു ഈ ശരിക്കും സംഭവിക്കുന്നത്? എന്തായിരുന്നു? ഇന്നലെ വൈകിട്ട് ഒരു 8:30 മണിയോടുകൂടി ഈ ഒരു ബൈക്കിലൊരു അരോഗദൃഢഗാത്രനായ ഒരു വ്യക്തി വരികയും അത് പമ്പിന്റെ സമീപത്തായി ബൈക്ക് വെക്കുകയും ബൈക്ക് വെച്ചിട്ട് വളരെ സ്പീഡിൽ പെട്രോൾ അടിക്കാൻ തയ്യാറായി എത്ര രൂപയ്ക്കാന്ന് ചോദിച്ച് നിന്ന പയ്യന്റെ നേരെ സ്പീഡിൽ വന്നിട്ട് ആ പയ്യനെ ആദ്യം 2-3 അടി അടിച്ച് നിലത്തിട്ട് ചവിട്ടി വലിച്ചഴച്ച് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയായിരുന്നു അവന്. അപ്പോൾ ആ ഒരു പയ്യനെന്ന് പറഞ്ഞാൽ ഈ പമ്പിലെ ഏറ്റവും പാവം ഒരു പയ്യനും, അവന് ഒരു ആരോഗ്യവാനുമല്ല. അവന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അവന് ഡ്യൂട്ടി തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ ഡ്യൂട്ടിയും കൊടുക്കാറുള്ളൂ. ഞങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് അവന് ആ ജോലിയും കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവനെ വന്ന് അടിക്കുന്ന എന്താണെന്ന് പെട്ടെന്ന് എല്ലാവരും അങ്ങ് സ്റ്റണ്ടായിപ്പോയി. അവനെ വന്ന് ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവനൊരു നിരുപദ്രവകാരി, ആരുമായിട്ടും സംസാരിക്കത്ത് പോലും ഇല്ലാത്ത ആളാണ്. അപ്പോഴത്തേക്കിന് ഇവിടെ വന്ന് വീണ്ടും അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി തടഞ്ഞപ്പോൾ അവരെ അടിച്ചു. അതുകൂടാതെ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കുറേ ബൈക്കുകളെല്ലാം ചവിട്ടി മറിച്ചിട്ടു. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അന്നേരമൊക്കെ ഇയാളുടെ കയ്യിൽ അവൻ്റെ പെടലിക്ക് അയാളുടെ കക്ഷത്തിൽ അവൻ്റെ പെടലിരിക്കുക. അങ്ങനെ വന്ന് ആൾക്കാർ അവനുമായിട്ട് ഏറ്റുമുട്ടി അവനെ വിടുവിച്ചെടുത്ത് അങ്ങോട്ട് മാറി. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് ഓടി ഓപ്പോസിറ്റ് കടയിൽ കയറി. അവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ആള് കൂടി. അപ്പോഴത്തേക്ക് ഞാൻ ഈ പമ്പ് ഇപ്പം നടത്തുന്ന ഞാനാണ്. അപ്പം താഴത്തങ്ങാടിയിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് ഫോൺ വന്നു. ഞാൻ പോരുന്ന സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് കുമരകത്തു നിന്ന് പോലീസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വന്നു. അവനെ ഇവിടെ നിന്ന് തന്നെ അന്നേരം തന്നെ വന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് അവൻ്റെ അമ്മയും അച്ഛനും ഇവിടെ വന്നിരുന്നുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞത് അവന് മാനസിക വൈകല്യമുള്ള ഒരാളാണ്. അവന് ലുല്ലുമാളിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഏതോ ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൻ്റെ സമനില വീണ്ടെടുത്തപ്പോൾ അവൻ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത്, അവനിവിടെ വന്ന് ബൈക്ക് പാർക്ക് ചെയ്ത് പെട്രോൾ അടിക്കാണ്ട് ബൈക്ക് പാർക്ക് ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിൽ അവനൊരു വലിയ വിരോധമുള്ള ഒരാളുടെ ഛായയിലുള്ള ആൾ നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോഴത്തേക്കിന് അവൻ ആ വിരോധം മുഴുവൻ തീർക്കാൻ കൊല്ലത്തക്ക വിധത്തിലാണ് ഉപദ്രവിച്ചത്. അപ്പോൾ അവൻ പറയുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ടായി ചെയ്തു പോയതാണെന്ന് പറയുന്നത്. എന്താണേലും ആ പയ്യൻ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എക്സ്റേകളൊക്കെ എടുത്തു. അവൻ്റെ പെടലിക്ക് നല്ല പരിക്കുണ്ട്. ചുണ്ടെല്ലാം അടിച്ചു പൊട്ടിച്ചു. അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ 3 ഓയിൽ കമ്പനികൾ, LHD ഡിപ്പാർട്ട്മെൻറ്റ്, GST ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ വിളിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഞങ്ങൾക്കുണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിൽ ഒന്നാമതായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഈ പമ്പിനുകൾക്ക് നേരെയുള്ള ആക്രമണമാണ്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ പമ്പുകളിൽ 2 പേരിൽ കൂടുതൽ ജോലിക്ക് നിർത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ തന്നെ 2 പേരെ ഉപദ്രവിച്ചിട്ട് പൈസയായിട്ട് കിടക്കുന്ന ഒത്തിരി അനിഷ്ട സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ കേരളത്തിലെ 140 MLA-മാരോടും കേരളത്തിലെ മന്ത്രിസഭയോട് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ആ ഹോസ്പിറ്റൽസിന് പരിക്കുണ്ടായാൽ അത് ആക്രമിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഈടാക്കുന്ന ഒരു നിയമം വന്നിട്ടുണ്ട്. അതുപോലൊരു നിയമം പെട്രോൾ പമ്പിന്റെ കാര്യത്തിൽ അനിവാര്യമാണെന്നുള്ള കാര്യം ഞങ്ങൾ ഇവരെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഇൻസിഡന്റ് ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ ഒരു കാര്യങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിന്റെ അസംബ്ലിയും അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ യുക്തമായ ഒരു തീരുമാനം ഇതിൽ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നാൾ മുന്നോട്ട് പോകാനൊക്കത്തില്ല.